അഖിൽ എഴുന്നേൽക്ക് അഖിൽ. അഖിൽ ഇനി എഴുന്നേറ്റങ്ങ നടക്കൂ ഇത്. എഴുന്നേൽക്ക് അഖിൽ. എന്നെ കൊണ്ട് പറ്റുന്നില്ല ഏട്ടാ, നന്നായി വേദന എടുക്കുന്നുണ്ട്. ഇപ്പൊ നീ തനിച്ചല്ലേ എഴുന്നേറ്റ് നടന്നത്, അതുപോലെ ഇപ്പൊ എന്താ എഴുന്നേറ്റ് നടക്കാൻ പറ്റാത്ത? ട്രൈ ചെയ്യ അഖിൽ. വസുന്ധര വേണ്ട, അഖിലിന് അധികം സ്ട്രെസ് കൊടുക്കണ്ട. ഏട്ടാ പിടിക്കും. ശരി. അഖിൽ, ആർ യു ഓക്കെ? ഐ എം ഫൈൻ ഏട്ടാ. നിന്റെ ഏട്ടത്തി സേഫാണ്, ഒന്നുകൊണ്ടും പേടിക്കണ്ട. അവൾക്കൊന്നും സംഭവിച്ചിട്ടില്ല. സാരിയിൽ തീ പിടിക്കുന്ന പോലും ശ്രദ്ധിക്കാതെ എന്താ എടുത്ത് ചെയ്തോണ്ടിരുന്നേ? എന്റെ കാര്യം വിട്ടേക്ക് അഖിൽ, നീ എന്നെ രക്ഷിച്ചത്. പക്ഷേ ആ ചെയറിൽ നിന്ന് എഴുന്നേറ്റ് നടന്നയാള് ഇപ്പൊ എന്താ എഴുന്നേറ്റ് നടക്കാൻ പറ്റില്ലെന്ന് പറയുന്നേ? എനിക്കറിയില്ല എടുത്തി, ആ സമയത്ത് ശരീരത്തിൽ എന്തോ ശക്തി കയറിയതുപോലെ തോന്നി. ഞാൻ പോലും അറിയാതെ എങ്ങനെ ചേർന്ന് എഴുന്നേറ്റു, 2 സ്റ്റെപ്പ് നടന്നു. അഖിൽ, നീ നടക്കാൻ ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിന്നെ കൊണ്ടത് കഴിയും. നീ ഉറപ്പായും നടക്കൂ അഖിൽ. ഒരു തവണത്തേക്ക് ട്രൈ ചെയ്ത് നോക്ക്. നടക്ക് അഖിൽ, എഴുന്നേറ്റ് നടക്ക്, ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്യാം. 1 സെക്കൻഡ്. ഇപ്പോൾ ഒന്നും വേണ്ട. ഡോക്ടർ വന്നതിന് ശേഷം നമുക്ക് അദ്ദേഹത്തോട് സംസാരിക്കാം. അദ്ദേഹം എന്ത് പറയുന്നു നമുക്കത് ഫോളോ ചെയ്യാം. ഡോക്ടർ പറഞ്ഞ എല്ലാ ടെസ്റ്റുകളും ചെയ്തിട്ടുണ്ട്. തന്ന പ്രിസ്ക്രിപ്ഷൻ പോലെ തന്നെ എല്ലാ മെഡിസിൻസും കൊടുത്തിട്ടുണ്ട്. പക്ഷേ അവന് ഒരു ചേഞ്ചസും കാണുന്നില്ല. പക്ഷേ ഇന്നൊരു കാര്യം സംഭവിച്ചു ഡോക്ടർ. എൻ്റെ വൈഫ് കിച്ചണിൽ ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ടിരുന്ന സമയത്ത് ഒരു ചെറിയ ഫയർ ആക്സിഡൻറ്റ് നടന്നു. അത് കണ്ട അഖിൽ തനിയെ ചെയറിൽ നിന്ന് എഴുന്നേറ്റ് 2 അടി മുന്നോട്ട് വെച്ച് അപ്പം തന്നെ വീണു. അതിനുശേഷം അവൻ എത്ര ശ്രമിച്ചിട്ടും അവനെ കൊണ്ട് എഴുന്നേക്കാൻ കഴിഞ്ഞില്ല. എനിക്ക് മനസ്സിലായി അബ്ര. ഇതിന് ഷോക്ക് വൈബ്രേഷൻ എന്നാ പറയാറ്. എന്ന് പറഞ്ഞാൽ എന്താണ് ഡോക്ടർ? ഷോക്ക് വൈബ്രേഷൻ എന്ന് പറഞ്ഞാൽ സാധാരണ ഇതുപോലൊരു സംഭവം നടക്കുമ്പോൾ മനുഷ്യന് ഷോക്ക് കേൾക്കുക എന്നുള്ളത് സഹജമാണ്. ആ സമയം മനുഷ്യ ശരീരത്തിൽ ഒരു വൈബ്രേഷൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ശരീരത്തിന് മൊത്തം ഒരു ഉണർവുണ്ടാവും. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഊമയായ ഒരാൾ സംസാരിക്കുന്നത്, നോർമലായ ഒരാൾ ഷോക്കേറ്റാൽ ഭ്രാന്തനാകുന്നത്. ഇങ്ങനെ പല മിറാക്കിൾസും നടക്കുന്നുണ്ട്. അതുപോലെ നിങ്ങളുടെ അനിയൻ കൂടി തൻ്റെ ഏട്ടത്തിക്ക് ഒരു ആപത്ത് വന്നെന്ന് മനസ്സിലാക്കി എഴുന്നേൽക്കാൻ ശ്രമിച്ചിരിക്കുന്നു. അഖിലിനെ കൊണ്ട് വീണ്ടും എന്തുകൊണ്ട് എഴുന്നേറ്റ് നടക്കാൻ പറ്റുന്നില്ല? ഈ ഷോക്ക് വൈബ്രേഷൻ കൊണ്ട് ചിലർക്ക് പെർമനൻ്റായ മാറ്റം വരാനിടയുണ്ട്. ചിലരിലുണ്ടാകുന്ന മാറ്റം അത് താൽക്കാലികമായിരിക്കും. അഖിലിൻ്റെ കാര്യത്തിലും അങ്ങനെ ആയിരിക്കും സംഭവിച്ചത്. അപ്പോൾ ഡോക്ടർ, അഖിലിനെ എഴുന്നേറ്റ് നടക്കില്ലെന്നാണോ? നോനോ, ഇത് അയാളെ കൊണ്ട് നടക്കാൻ പറ്റുമെന്നുള്ളതിൻ്റെ ഒരു അടയാളമാണ്. അയാൾ ഉറപ്പായും എഴുന്നേറ്റ് നടക്കും. അതായത് അഖിലിന് ഷോക്ക് ട്രീറ്റ്മെൻറ്റ് കൊടുത്താൽ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവുമെന്നാണോ? ഉണ്ടാകാം, പക്ഷേ അത് റിസ്ക് ആണ്. ഒരു എക്സ്പെരിമെൻ്റ് പോലെ. കുറച്ച് നാളത്തേക്ക് മെഡിസിൻ തരാം, അത് കൊടുത്തു നോക്കും. അപ്പോഴും അഖിലിന് മാറ്റമൊന്നും കണ്ടില്ലെങ്കിൽ പിന്നീട് നമുക്ക് ഷോക്ക് ട്രീറ്റ്മെൻറ്റ് നോക്കാം. ഓക്കെ ഡോക്ടർ, താങ്ക് യു. അതേട്ടാ, ഡോക്ടർ എന്താ പറഞ്ഞേ? അഖിൽ ഇന്ന് തനിച്ച് ചെയറിൽ നിന്ന് എഴുന്നേറ്റ് 2 സ്റ്റെപ്പ് മുന്നോട്ട് വെച്ചിട്ട് വീണ്ടും എന്തുകൊണ്ട് നടക്കാൻ പറ്റാതായി പോയെ? ഡോക്ടർ എന്തെങ്കിലും പറഞ്ഞു ഏട്ടാ? പറഞ്ഞു വസുന്ധര. ആ ഒരു ഷോക്കിലാണ് അവൻ എഴുന്നേറ്റത്. എന്നുവെച്ചാൽ എന്താ അർത്ഥം? നമ്മുടെ മനസ്സിൽ ഇഷ്ടപ്പെട്ടവർക്ക് അപകടം സംഭവിക്കുന്ന കാണുമ്പോൾ ആ ഒരു ഷോക്കിൽ നമ്മൾ പോലും അറിയാതെ ഓട്ടോമാറ്റിക്കായിട്ട് റിയാക്ട് ചെയ്യില്ലേ? അതെ, അങ്ങനെ സംഭവിച്ച പ്രതീക്ഷിക്കാത്തൊരു മിറാക്കിളാണെന്ന് ആൾക്കാർ പറയും. അഖിലിനെ പോലെ ഈ സിറ്റുവേഷനിലുള്ള എല്ലാവരും ഷോക്ക് കാരണമാണ് ഇങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നത്. സംസാരിക്കാത്തൊരു ഷോക്ക് കാരണം പെട്ടെന്ന് സംസാരിക്കുന്നത്. മെൻ്റലി അപ്സെറ്റ് ആയിട്ടുള്ളവർ ഷോക്ക് കാരണം പെട്ടെന്ന് റിക്കവറായി നോർമലാവുന്നത് നമ്മൾ കണ്ടിട്ടില്ലേ?
അതുപോലെ അഖിലും തനിക്ക് അപകടം സംഭവിക്കുന്നത് നേരിക്കണ്ട് അറിയാതെ സ്വയം റെസ്പോണ്ടായി പോയതായിരിക്കും. അപ്പോ എന്തെങ്കിലും ഷോക്കിംഗ് ഇൻസിഡന്റ് നടന്നാ അഖിൽ എഴുന്നേറ്റ് നടക്കുമല്ലേ ഏട്ടാ? 100% ഷുവർ ആവുമെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ അങ്ങനെ എന്തെങ്കിലും നടന്നാൽ അഖിൽ എഴുന്നേറ്റ് നടക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോ എന്റെ ഡ്രസ്സിൽ തീ പിടിച്ചപ്പോ നിങ്ങൾ ആരും രക്ഷിക്കാൻ വന്നില്ലെങ്കിൽ പോലും, അല്ല ചിലപ്പോ എനിക്ക് ആ തീ അണയ്ക്കാൻ പറ്റാതെ കഷ്ടപ്പെട്ടപ്പോഴും അഖിൽ ഒരുപക്ഷെ എന്റെ അടുത്തേക്ക് വരുമായിരുന്നു ഏട്ടാ. ഛേ, ഞാൻ തെറ്റാ ചെയ്തത്. ഇല്ലായിരുന്നെങ്കിൽ ഇപ്പൊ ചിലപ്പോ അഖിൽ എഴുന്നേറ്റ് നടക്കുമായിരുന്നു അല്ലേ ഏട്ടാ? അത് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. ഒരു ഷോക്കിലാണ് അഖിൽ റിയാക്ട് ചെയ്തത്. അതുപോലെ സംഭവിക്കുമെന്ന് നോക്കണം. അപ്പോ അഖിലിന് ഷോക്ക് ട്രീറ്റ്മെന്റ് കൊടുത്താ ബെറ്റർ ആയിരിക്കും അല്ലേ ഏട്ടാ? ആ കാര്യം ഞാൻ ഡോക്ടറോട് കൺസൾട്ട് ചെയ്തതാ. നമ്മൾ ഡയറക്റ്റായിട്ട് ഷോക്ക് ട്രീറ്റ്മെന്റ് കൊടുത്താൽ പ്രയോജനം ഉണ്ടാവില്ല. അപ്രതീക്ഷിതമായി സംഭവിക്കുന്ന ആക്സിഡന്റ് കൊണ്ടാണ് ഇങ്ങനെയുള്ള രോഗികൾ റിയാക്ട് ചെയ്യുന്നത്. എങ്ങനെയെങ്കിലും അഖിൽ എഴുന്നേറ്റ് നടക്കണം ഏട്ടാ. വേണമെങ്കിൽ അഖിൽ അറിയാതെ തന്നെ നമുക്ക് എന്തെങ്കിലും ആക്സിഡന്റ് പ്ലാൻ ചെയ്താലോ? അതിനുവേണ്ടി ഞാൻ മുൻകൈ എടുക്കാം. എനിക്ക് എന്ത് സംഭവിച്ചാലും കുഴപ്പമില്ല. അഖിൽ എഴുന്നേറ്റ് നടന്നാ മതി. അങ്ങനെയുള്ള ബുദ്ധിമുട്ടൊന്നും താൻ കാണിക്കരുത്. ഈ ഷോക്ക് എന്ന് പറയുന്നത് എല്ലാ തവണയൊന്നും വർക്കൗട്ട് ആവില്ല. അഖിലിന്റെ മനസ്സിന് ഇഷ്ടപ്പെടുന്ന ആർക്കെങ്കിലും എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാ അവൻ റിയാക്ട് ചെയ്യാതിരിക്കുന്നു തോന്നുന്നുണ്ടോ? എന്നും പറഞ്ഞ് താൻ അപകടം വില കൊടുത്ത് വാങ്ങാൻ പോവുകയാണോ? കുറച്ച് വൈകിയാലും സാരമില്ല. നമുക്ക് മെഡിസിൻ കൊടുത്ത് തന്നെ ട്രൈ ചെയ്യാം. എടുത്തു ചാടി എന്തെങ്കിലും ചെയ്താൽ അത് അഖിലിനും ആപത്തായി മാറും. ഡോക്ടർ അങ്ങനെയാണ് പറഞ്ഞത്. അഖിൽ ഒന്ന് വേഗം എഴുന്നേറ്റ് നടക്കുന്നത് കാണാൻ കാത്തിരിക്കുക ഏട്ടാ ഞാൻ. ഈ ഒരു മാസത്തിനകത്ത് അഖിൽ എഴുന്നേറ്റ് നടക്കുകയാണെങ്കിൽ ഡിവോഴ്സ് ഉണ്ടാവില്ല. താൻ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ നമ്മൾ ധൃതി പിടിക്കാൻ പാടില്ല. കുറച്ചൊന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം. അപ്പോ ചെറിയച്ഛന് ഇഷ്ടമുള്ള ആർക്കെങ്കിലും എന്തെങ്കിലും അപകടം സംഭവിച്ചാ ചെറിയച്ഛൻ എഴുന്നേറ്റ് നടക്കുമെന്ന് തോന്നുന്നുണ്ടല്ലോ. ഓൾറെഡി ഞാൻ ആരതി തൊഴുതു ഉണ്ണി. കിച്ചണിൽ ആഹാരം ഉണ്ടാക്കുമ്പോഴും പൂജാമുറിയിലെ ദീപം കൊളുത്തുമ്പോഴും ശ്രദ്ധിക്കണം എടുത്തി. എനിക്കൊന്നും സംഭവിച്ചില്ലല്ലോ അഖിൽ. നീ ഒന്ന് വേഗം എഴുന്നേറ്റ് നടക്കുന്നത് കാണാനാ ഞങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹം. അതുപോലെ തന്നെ നീയും കുറച്ച് ശ്രദ്ധിച്ച് നടക്കണമെന്ന് ഞങ്ങളെല്ലാം ആഗ്രഹിക്കുന്നു വസു. ഇന്ന് എങ്ങനെയെങ്കിലും ചെറിയച്ഛനെ എഴുന്നേൽപ്പിച്ച് നടത്തണം. ചെറിയച്ഛ, നമുക്ക് രണ്ടുപേർക്ക് ഇന്ന് ജോളിയായിട്ട് പുറത്തു പോയിട്ട് വന്നാലോ? എവിടെ പോവാ ഉണ്ണി? ഞാനും ചെറിയച്ഛനെ ഒന്ന് വെറുതെ പുറത്ത് കറങ്ങിയിട്ട് വരാം അമ്മേ. റോഡിൽ വീൽ ചെയർ നിന്നെ കൊണ്ട് ബാലൻസ് ചെയ്യാൻ പറ്റില്ല ഉണ്ണി. ഞാൻ നോക്കിക്കോളാം വല്യമ്മേ. ഞാനിപ്പോ വലിയ കുട്ടിയായില്ലേ. ഞാൻ നല്ല സ്ട്രോങ് ആണ്. ചെറിയമ്മേ, ഇന്ന് ചെറിയച്ഛനെ നോക്കുന്ന ഡ്യൂട്ടി എനിക്കാ. ഇന്ന് ചെറിയമ്മയ്ക്ക് ഹോളിഡേ. എനിക്കെന്തിനാ ലീവ് ഉണ്ണി? നിന്റെ ചെറിയച്ഛനെ ഞാൻ നോക്കിക്കോളാം. ചെറിയച്ഛനെ എനിക്കൊന്ന് പുറത്ത് കൊണ്ടുപോകണമെന്ന് ആഗ്രഹമുണ്ട് ചെറിയമ്മേ. കാലില്ലാത്തവനെ നീ എങ്ങോട്ട് കൂട്ടിക്കൊണ്ടു പോവും? എവിടെയെങ്കിലും തള്ളിയിട്ടാ? ചെറിയച്ഛനെ ഒന്ന് പുറത്ത് കൊണ്ടുപോയി ഒരു റൗണ്ട് അടിച്ചിട്ട് വരാന്ന് പറഞ്ഞാ ആർക്കും മനസ്സിലാവില്ലേ? ഞാനെന്താ ചെറിയ കുട്ടിയാണെന്നാണോ എല്ലാവരുടെയും വിചാരം? എന്തു പറ്റി ഉണ്ണി? അസാധാരണമായിട്ട് നീ എന്തിനാ ഇങ്ങനെ ബഹളം വെക്കുന്നു ഉണ്ണി? ഒന്ന് നോക്കച്ചാ, ചെറിയച്ഛനെ ഞാൻ പുറത്ത് കൊണ്ടുപോവാന്ന് പറഞ്ഞപ്പോ എല്ലാവരും വേണ്ട വേണ്ടെന്ന് പറയുന്നു.
അതിനെന്തിനാ ബഹളം വെക്കുന്നത്? നിനക്കിപ്പോ എന്താ വേണ്ടേ? ചെറിയച്ഛനെ എനിക്ക് എന്താ പുറത്തു കൊണ്ടുപോകാൻ പാടില്ല അച്ഛാ? നിനക്ക് ബാലൻസ് ചെയ്യാൻ പറ്റില്ല. ബാലൻസ് ചെയ്തോളാന്ന് പറഞ്ഞില്ലേ? അറിയാതെ എങ്ങനെ അവൻ വീണാലോ? എങ്ങും വീടില്ല. സൂക്ഷിച്ച് കൊണ്ടുപോയി നന്നായി സൂക്ഷിച്ച് തന്നെ കൊണ്ടുവരാം. ഇപ്പൊ എന്തിനാ ഇങ്ങനെ വാശി പിടിക്കുന്നത് ഉണ്ണി? എപ്പോ നോക്കിയാലും വീട്ടിൽ തന്നെ ഇരുന്ന ചെറിയച്ഛനും ബോറടിക്കില്ലേ? എല്ലാരും ഒന്ന് ആലോചിച്ച് നോക്ക്. അതെ ഉണ്ണി, എനിക്ക് ബോറടിച്ചിട്ട് വയ്യ. നമുക്ക് പുറത്തു പോവാം. താങ്ക്സ് ചെറിയച്ഛ. ആ, അപ്പൊ ഞാനും നിങ്ങളുടെ കൂടെ വരാം. ചെറിയമ്മ വീട്ടിൽ നിന്നാ മതി ചെറിയമ്മേ. ഞാനും ചെറിയച്ഛനും പോയിട്ട് വരാം. കൂടെ നിന്നെ ചെറിയമ്മയും കൊണ്ടുപോ. മുതിർന്നവരാരെങ്കിലും കൂടെ ഉണ്ടാവണ്ടേ? എനിക്ക് ആരുടെ ആവശ്യമില്ല. ഞാനിപ്പോ വളർന്നു. വാ ചെറിയച്ഛ. സൂക്ഷിച്ചുണ്ണി. ശരിക്കും ഉണ്ണി വലിയൊരു കുട്ടിയായില്ലേ ബി? ഞാനില്ലാതെ അഖിലിനെ ഉണ്ണി പുറത്തേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയാണ്. എന്ത് സംഭവിക്കുമെന്ന് അറിയില്ല. വാ വസു, നമുക്ക് ഭക്ഷണം ഉണ്ടാക്കാം. എന്തു പറ്റി വസു? ചേച്ചി, ഈശ്വരന് മുന്നിൽ കത്തിച്ച വിളക്ക് വേഗം അണഞ്ഞു പോയി. ഇതെന്തോ അപശകനം പോലെ എനിക്ക് തോന്നുന്നു. ഇവിടെ ആർക്കോ എന്തോ ആപത്ത് നടക്കാൻ പോവാ. വീട്ടില് ഇവിടെ ആർക്കും ഒരു ആപത്തും ഉണ്ടാകല്ലേ ദൈവമേ, കാത്തു രക്ഷിക്കണേ. ആർക്കും ഒന്നും സംഭവിക്കില്ല വസു, നീ വെറുതെ പേടിക്കാതെ. വന്നേ. ഇങ്ങനെ ടെൻഷൻ ആവുന്നതിന് പകരം അഖിലിന്റെ കൂടെ നിനക്കും പോകായിരുന്നല്ലോ. ഞാൻ പറഞ്ഞല്ലോ, ഉണ്ണിയല്ലേ വേണ്ടെന്ന് പറഞ്ഞേ. അവൻ വേണ്ടാന്ന് പറഞ്ഞ നീ ഒറ്റയ്ക്കങ്ങ് വിട്. അഖിലിന്റെ കാര്യം നീയല്ലേ നോക്കേണ്ടത്. എന്തെങ്കിലും ആപത്ത് സംഭവിച്ച ഇന്നലെ എങ്ങനെയോ രക്ഷപ്പെട്ടു. ഇന്നീ അഭിയും വസുവും എങ്ങനെ രക്ഷപ്പെടുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. അവര് രണ്ടുപേരെയും, അല്ല ഒരാളെയെങ്കിലും ഇന്ന് തീർച്ചയായും ഞാൻ കൊന്നിരിക്കും. ചെറിയച്ഛൻ വിഷമിക്കൊന്നും വേണ്ട ചെറിയച്ഛ. ഇന്ന് എന്തായാലും ചെറിയച്ഛ എഴുന്നേറ്റ് നടക്കും. അത്രയും ഉറപ്പിച്ച് എങ്ങനെയാ ഉണ്ണി പറയുന്നേ? എന്റെ സിക്സ്ത് സെൻസ് പറയുന്നത് ചെറിയച്ഛ. ഞാൻ നടക്കോ ഇല്ലെന്നൊന്നും എനിക്കറിയില്ല, പക്ഷെ നിന്റെ കോൺഫിഡൻസ് എനിക്ക് ഇഷ്ടമായി. ചെറിയച്ഛ, ഇവിടെ തന്നെ നിൽക്കണേ. ഞാൻ പോയിട്ട് ഇപ്പൊ വരാം. ആ ശരി. എങ്ങോട്ട് പോവാ ഉണ്ണി? 2 മിനിറ്റ്, ഇപ്പൊ വരാം. ശരി. ഒരുപാട് താങ്ക്സ് അങ്കിൾ. ഞാൻ പറഞ്ഞ സമയത്ത് തന്നെ വന്നല്ലോ. ഞാൻ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ? എല്ലാം ഓർമ്മയുണ്ട് മോനെ, പക്ഷെ അത് റിസ്ക് അല്ലേ? ഒന്ന് ആലോചിച്ചിട്ട് പോരെ. എന്റെ ചെറിയച്ഛ എഴുന്നേറ്റ് നടക്കാൻ വേണ്ടി എന്ത് വലിയ റിസ്ക് ഞാൻ എടുക്കും. അത് അങ്ങനെയല്ല മോനെ. ഇപ്പൊ വേറൊന്നും പറയില്ലേ അങ്കിൾ. ഞാൻ അവിടെ ആ മരത്തിനടുത്ത് തന്നെ ഉണ്ടാവും. അങ്കിൾ എന്നെ ഇടിക്കാൻ വരുന്നത് പോലെ സ്പീഡിൽ കാർ ഓടിച്ച് വരണം. എനിക്ക് ആക്സിഡന്റ് ആവുമെന്നോർത്ത് എന്റെ ചെറിയച്ഛൻ ഷോക്ക് ആവണം. ആ ഷോക്കില് എന്റെ ചെറിയച്ഛൻ എഴുന്നേറ്റ് നടക്കും. അങ്ങനെയൊക്കെ സിനിമയിലേ നടക്കൂ മോനെ, ജീവിതത്തിൽ അതൊന്നും നടക്കില്ല. ഇന്നലെ എന്റെ വീട്ടിൽ നടന്നതാ അങ്കിൾ. എന്റെ അമ്മയുടെ സാരിക്ക് തീ പിടിച്ചപ്പോ ചെറിയച്ഛൻ വീൽ ചെയറിന്ന് എഴുന്നേറ്റ് മുന്നോട്ട് നടന്നായിരുന്നു.
അങ്ങനെ ഒരു ഷോക്ക് വന്നാൽ ചെറിയച്ഛ നടക്കുമെന്ന് എന്റെ അച്ഛനോട് ഡോക്ടർ അങ്കിളും പറഞ്ഞായിരുന്നു. അതുകൊണ്ട് ഈ പ്ലാൻ വർക്കൗട്ട് ആവും അങ്കിൾ. എന്താകുമോ എന്തോ, അരുതാത്ത എന്തെങ്കിലും സംഭവിച്ചാലോ? അങ്ങനെയൊന്നും ഉണ്ടാവില്ല അങ്കിൾ. ഈ കാർ എടുത്ത് അങ്കിളിന്റെ അടുത്തേക്ക് വന്നാൽ മതി. എന്റെ ചെറിയച്ഛൻ ആ ഷോക്കിൽ എഴുന്നേറ്റ് നടക്കും. അതിനിടയിൽ അങ്കിള് ബ്രേക്ക് ചവിട്ടിയാ മതി. ഇല്ലെങ്കിൽ വണ്ടി സൈഡിലേക്ക് തിരിച്ച് അതുവഴി അങ്ങ് പോയാ മതി. ഓക്കെ അല്ലേ? എല്ലാം കറക്റ്റായിട്ട് ചെയ്യണേ അങ്കിൾ. എന്റെ ചെറിയച്ഛ എഴുന്നേറ്റ് നടക്കുകയാണെങ്കിൽ എന്റെ അച്ഛനോട് പറഞ്ഞ് നല്ല ഗിഫ്റ്റ് വാങ്ങിത്തരാം. ചെറിയച്ഛ, ഞാൻ ഇപ്പൊ വരാമേ. ഇനി എങ്ങോട്ട് പോവാ ഉണ്ണി? അർജന്റ് ചെറിയച്ഛ, ബാത്റൂം പോയിട്ട് വരാം. ശരി, പോ. ഇന്ന് എന്റെ പ്ലാൻ വർക്കൗട്ടായി. ചെറിയച്ഛൻ എഴുന്നേറ്റ് നടക്കണം. അയ്യോ, ആ പയ്യൻ വിഷച്ചെടിയുടെ ഇലയാണല്ലോ എടുക്കുന്നേ. അവൻ പറഞ്ഞതുപോലെ തന്നെ ചെയ്യാം. ഉണ്ണി, വിളക്ക് വീണ്ടും അണങ്ങി. എന്ത് സംഭവിക്കുമോ എന്തോ, എന്തോ ആപത്ത് വരാൻ പോവാ. അയ്യോ, ബ്രേക്ക് സ്റ്റക്കായല്ലോ. മാറി നിൽക്കേ, മാറി നിൽക്കേ. ഏയ്, ഹലോ ഉണ്ണി, ഇങ്ങോട്ട് വരല്ലേ? മാറി നിൽക്കേ, മാറി നിൽക്കേ. വണ്ടിക്ക് ബ്രേക്ക് കിട്ടുന്നില്ല. സ്റ്റോപ്പ്, ഇങ്ങോട്ട് വരരുത്. ഉണ്ണി, എഴുന്നേക്കുണ്ണി, വണ്ടി വരിക, എഴുന്നേക്ക. ഏയ്, വണ്ടി നിർത്ത്. ഒരു കുട്ടി താഴെ വീണ് കിടക്കാം. ഉണ്ണി, എന്താ പറ്റിയത്? ഉണ്ണി,
ഉണ്ണി ഉണ്ണി മോനെ എഴുന്നേക്ക് മോനെ. എന്ത് പറ്റി ഉണ്ണി? സോറി മാഡം, നിങ്ങളുടെ മോൻ ഇപ്പോ വിഷച്ചെടിയുടെ ഇല എടുത്ത് മണപ്പിച്ച കാരണം ബോധം കേട്ട് വീണിരിക്കുക. ഞാൻ എത്ര തവണ വിളിച്ചു പറഞ്ഞു, നിങ്ങൾ കാർ നിർത്തിയതേ ഇല്ല. സമയത്ത് എന്റെ എടുത്തി വന്നതുകൊണ്ട് രക്ഷപ്പെട്ടത്, അല്ലെങ്കിൽ എത്ര വലിയ ആപത്ത് സംഭവിച്ചേനെ. സോറി സാർ, ഇതൊക്കെ ഈ കുട്ടി തന്നെയാ പ്ലാൻ ചെയ്ത് ചെയ്യാൻ പറഞ്ഞേ. എന്താ പറഞ്ഞേ? ഉണ്ണി പ്ലാൻ ചെയ്തെന്നോ? അവൻ ആക്സിഡന്റ് ആയതുപോലെ ചെയ്താ ഈ സാർ അത് കണ്ട് ഷോക്കായി എഴുന്നേറ്റ് നടക്കുമെന്ന് പറഞ്ഞു മാഡം. അതുകൊണ്ടാ. സോറി മാഡം, ഈ കുട്ടി നിർബന്ധിച്ചോണ്ട് അങ്ങനെ ചെയ്തേ. ഒരു ചെറിയ കുട്ടി എന്തെങ്കിലും പറഞ്ഞു വെച്ച് നിങ്ങൾ അത് ചെയ്യുമല്ലേ? ഇവൻ എന്തെങ്കിലും പറ്റിയിരുന്നെങ്കിലോ? സഡൻ ആയിട്ട് ബ്രേക്ക് ഫെയിലിയർ ആവുമെന്ന് ഞാൻ വിചാരിച്ചില്ല സാർ. പിന്നെ സാർ എഴുന്നേറ്റ് നടക്കുമെന്ന് പറഞ്ഞോണ്ടാ ഞാൻ അങ്ങനെ ചെയ്തത്. ദൈവാനുഗ്രഹം കൊണ്ടാ വലിയ അനർത്ഥം ഒഴിവായത്. സാർ, വേഗം തന്നെ കുട്ടിയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം, അല്ലെങ്കിൽ എന്തെങ്കിലും അപകടം ഉണ്ടായാലോ. ഡോൺ വറി, പേടിക്കാനൊന്നുമില്ല. അല്പസമയത്തിന് ശേഷം കണ്ണു തുറക്കും. താങ്ക് യു ഡോക്ടർ. നീയാ വലിയ ആപത്തിൽ നിന്ന് രക്ഷപ്പെട്ടത്. എനിക്ക് വേണ്ടി എന്തിനാ ഇത്രയും വലിയ റിസ്ക് എടുത്തേ? നീ എന്തൊക്കെയാ ചെയ്തിരിക്കുന്ന ഉണ്ണി? പൂജാമുറിയിലെ വിളക്ക് അണഞ്ഞു പോയതുകൊണ്ട് സംശയം തോന്നി. ഞാൻ നിങ്ങളെ അന്വേഷിച്ച് വന്നതുകൊണ്ട് ഒരു പ്രശ്നം ഉണ്ടായില്ല. അല്ലായിരുന്നെങ്കിൽ എന്താകുമായിരുന്നു നിന്റെ അവസ്ഥ? എന്തിനാ ഉണ്ണി ഇങ്ങനെയൊക്കെ ചെയ്തേ? നിനക്ക് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിലോ? തെറ്റല്ലേ ഉണ്ണി? ഞങ്ങളോട് പറയാതെ നീ എന്തിനാ അങ്ങനെയൊക്കെ ചെയ്തത്? ഇതുകൊണ്ടാ ഞാൻ ആദ്യമേ പറഞ്ഞത് അഖിൽ ഇവന്റെ കൂടെ ഒറ്റയ്ക്ക് അയക്കരുതെന്ന്. അവനും കേട്ടില്ല, നിങ്ങളും കേട്ടില്ല. താങ്ക് ഗോഡ്, ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് ആർക്കും ഒന്നും സംഭവിച്ചില്ല. എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്തേ? സോറി അച്ഛാ, ചെറിയച്ഛൻ എഴുന്നേറ്റ് നടക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ ചെയ്തേ. ഇന്നലെ അമ്മയ്ക്ക് അങ്ങനെ സംഭവിച്ചപ്പോ ചെറിയച്ഛൻ തനിയെ എഴുന്നേറ്റ് നടന്നു വന്നില്ലേ? അതുപോലെ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാ ചെറിയച്ഛൻ എഴുന്നേറ്റ് നടക്കൂന്ന് ഓർത്തിട്ടാ നിങ്ങളോട് ആരോടും പറയാതെ പ്ലാൻ ചെയ്തത്. ഒരു ഷോക്ക് ഉണ്ടായ ചെറിയച്ഛൻ എഴുന്നേറ്റ് നടക്കാൻ ചാൻസ് ഉണ്ടെന്ന് ഇന്നലെ നൈറ്റ് അച്ഛൻ അമ്മയോട് പറഞ്ഞില്ലേ? അത് കേട്ടപ്പോ അങ്ങനെ ചെയ്തതാ അച്ഛാ. ചെറിയച്ഛൻ എഴുന്നേറ്റ് നടന്ന ചെറിയമ്മയും ചെറിയച്ഛന് സന്തോഷമായിട്ടിരിക്കുമല്ലോ എന്നോർത്ത് അങ്ങനെ ചെയ്തേ. സോറി അച്ഛാ.